ഈഗോയുടെ 11 മുഖങ്ങൾ. സ്വയം തിരിച്ചറിവിലേക്കുള്ള യാത്ര. മനുഷ്യ പുരോഗതിയുടെ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് പുറത്തുള്ള ശത്രുക്കളല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ഈഗോയാണ്. പലപ്പോഴും അഹങ്കാരം എന്ന് നാം തെറ്റിദ്ധരിക്കാറുള്ള ഈ ഈഗോ യഥാർത്ഥത്തിൽ പല രൂപങ്ങളിലും ഭാവങ്ങളിലും നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് അമിതമായ ആത്മവിശ്വാസമായും, മറ്റു ചിലപ്പോൾ ഭയമായും, വേറെ ചിലപ്പോൾ വിനയത്തിന്റെ മുഖം മൂടിയണിഞ്ഞ നല്ല പിള്ള ചമയലായും പ്രത്യക്ഷപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾക്കും ബന്ധങ്ങളിലെ വിള്ളലുകൾക്കും വളർച്ചാ മുരടിപ്പിനും പിന്നിൽ ഈ ഈഗോയുടെ സ്വാധീനമുണ്ടാകാം. എന്നാൽ അതിനെ തിരിച്ചറിയുക എന്നത് അത്ര എളുപ്പമല്ല. ഒരു ക്യാൻസർ കോശത്തെ പോലെ അത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി മാറുകയും നമ്മെ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഈ ഓഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈഗോയുടെ വ്യത്യസ്തങ്ങളായ 11 മുഖങ്ങളെയാണ്. ഇവ സ്വഭാവ ദൂഷ്യങ്ങളല്ല, മറിച്ച് മനസ്സ് തന്നെത്താൻ സംരക്ഷിക്കാൻ വേണ്ടി കെട്ടിപ്പടുക്കുന്ന പ്രതിരോധ മതിലുകളാണ്. ബ്ലെയിം ഈഗോ, പരാജയങ്ങളുടെ ഉത്തരവാദിത്തം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്ന മനഃശാസ്ത്രം. പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന ഏറ്റവും അപകടകരമായ മാനസികാവസ്ഥകളിൽ ഒന്നാണ് ബ്ലെയിം ഈഗോ. സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകൾക്കോ പരാജയങ്ങൾക്കോ അസ്വസ്ഥതകൾക്കോ ഉള്ള കാരണം താനല്ല, പുറത്തുള്ള മറ്റാരെങ്കിലുമാണെന്ന് വിശ്വസിക്കുന്ന അവസ്ഥയാണിത്. ഇതൊരു പ്രതിരോധ സംവിധാനമായി മനസ്സുപയോഗിക്കുന്നുണ്ടെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് വ്യക്തിത്വത്തെ തളർത്തുകയും വളർച്ചയെ മുരടിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഉള്ളിലെ ഈഗോ എല്ലായ്പ്പോഴും സ്വയം സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. തനിക്ക് തെറ്റുപറ്റി എന്ന് സമ്മതിക്കുന്നത് ഈഗോയ്ക്ക് വലിയൊരു മുറിവാണ്. ആ മുറിവ് ഒഴിവാക്കാൻ വേണ്ടി ആ തെറ്റിന്റെ ഭാരം മറ്റൊരാളുടെ തലയിൽ വെച്ചുകെട്ടാൻ അത് ശ്രമിക്കും. ഇതിനെയാണ് ബ്ലെയിം ഈഗോ എന്ന് വിളിക്കുന്നത്. ഇത് പലപ്പോഴും അബോധ മനസ്സിൽ നടക്കുന്ന പ്രക്രിയയാണ്. ഞാൻ ചെയ്തത് ശരിയായിരുന്നു, പക്ഷേ സാഹചര്യം മോശമായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ അവൻ സഹകരിക്കാത്തത് കൊണ്ടാണ് എനിക്ക് പരാജയം നേരിട്ടത് എന്നിങ്ങനെയുള്ള ന്യായീകരണങ്ങൾ ഇതിന്റെ ഭാഗമാണ്. ബ്ലെയിം ഈഗോ ബാധിച്ച ഒരാളിൽ താഴെ പറയുന്ന ലക്ഷണങ്ങൾ പ്രകടമായിരിക്കും. ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം. ഒരു ജോലി പാളിയാൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിനു പകരം ഒഴികഴിവുകൾ കണ്ടെത്തുക. ഇരയാണെന്ന ഭാവം, വിക്ടിം മെന്റാലിറ്റി. ലോകം മുഴുവൻ തനിക്കെതിരെയാണെന്നും താൻ സാഹചര്യങ്ങളുടെ ഇരയാണെന്നും എപ്പോഴും പരാതി പറയുക. വിമർശനങ്ങളോടുള്ള ഭയം. ആരെങ്കിലും കുറവുകൾ ചൂണ്ടിക്കാണിച്ചാൽ അതിനെ വ്യക്തിപരമായ ആക്രമണമായി കാണുകയും തിരിച്ച് ആക്രമിക്കുകയും ചെയ്യുക. ഭൂതകാലത്തിൽ ജീവിക്കുക. പണ്ട് നടന്ന കാര്യങ്ങളെയും വ്യക്തികളെയും ഇന്നും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ ഈഗോയെ മറികടക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ ആവശ്യമാണ്. സ്വയം അവബോധം, സെൽഫ് അവെയർനെസ്. നിങ്ങൾ എപ്പോഴാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഒരു പ്രശ്നമുണ്ടായാൽ ഉടൻ മറ്റൊരാളെ ചൂണ്ടുന്ന വിരലിനെ സ്വന്തം നേർക്ക് തിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും, നല്ലതായാലും ചീത്തയായാലും, 100% ഉത്തരവാദിത്തം നിങ്ങൾക്കു തന്നെയാണെന്ന് തീരുമാനിക്കുക. സാഹചര്യം എന്തു തന്നെയായാലും അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നത് നിങ്ങളുടെ തീരുമാനം മാത്രമാണ്. ഇത് അവൻ എന്തിനെന്നോട് ചെയ്തു എന്ന ചോദ്യത്തിനു പകരം ഈ സാഹചര്യത്തിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഇതിൽ എന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച എന്താണ് എന്ന് ചോദിക്കുക. ക്ഷമിക്കാൻ പഠിക്കുക. മറ്റുള്ളവരോടുള്ള ദേഷ്യം സൂക്ഷിക്കുന്നത് ബ്ലെയിം ഈഗോയെ പോഷിപ്പിക്കും. മറ്റുള്ളവർക്ക് തെറ്റുപറ്റാം എന്ന് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അവരോട് ക്ഷമിക്കാനും ശീലിക്കുക. ബ്ലെയിം ഈഗോ ഒരു ഇരുമ്പ് ചങ്ങല പോലെയാണ്. അത് നമ്മെ ഭൂതകാലത്തിലേക്കും പരാജയങ്ങളിലേക്കും തളച്ചിടുന്നു. ആ ചങ്ങല പൊട്ടിച്ചെറിയണമെങ്കിൽ ഉത്തരവാദിത്തം അഥവാ റെസ്പോൺസിബിലിറ്റി എന്ന താക്കോൽ ഉപയോഗിക്കണം. ലോകത്തെ മാറ്റുന്നതിനേക്കാൾ എളുപ്പം സ്വയം മാറുന്നതാണെന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ ഈ ഈഗോ പടിയിറങ്ങും. നോ ഇറ്റ് ഓൾ ഈഗോ. എല്ലാം അറിയുന്നവനാണെന്ന ഈഗോ. എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കേണ്ടതില്ല. ആ ചിന്താഗതിയാണ് നോ ഇറ്റ് ഓൾ ഈഗോ. ലോകത്തിലെ ഏറ്റവും വലിയ അറിവില്ലായ്മ
തനിക്ക് എല്ലാം അറിയാം എന്ന് കരുതുന്നതാണെന്ന് സോക്രട്ടീസ് പണ്ട് പറഞ്ഞിട്ടുണ്ട്. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള വാതിലുകൾ കൊട്ടിയടയ്ക്കുകയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ പുച്ഛിച്ചു തള്ളുകയും ചെയ്യുന്ന ഈ സ്വഭാവം ഒരു വ്യക്തിയുടെ വളർച്ചയെ പാടെ നശിപ്പിക്കുന്നു. മനുഷ്യന്റെ അറിവ് പരിമിതമാണ്. എന്നാൽ ഈ ഈഗോ ബാധിച്ച ഒരാൾ വിശ്വസിക്കുന്നത് താൻ എല്ലാ കാര്യങ്ങളിലും അറിവുള്ളവനാണെന്നാണ്. ചർച്ചകളിലോ സംവാദങ്ങളിലോ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുന്നതിനു പകരം തനിക്ക് അടുത്തതായി എന്തു മറുപടി പറയാം എന്നാലോചിക്കാനാണ് അവർ സമയം കണ്ടെത്തുന്നത്. നിങ്ങളിലോ നിങ്ങളുടെ ചുറ്റുമുള്ളവരിലോ ഈ സ്വഭാവമുണ്ടോ എന്ന് തിരിച്ചറിയാൻ താഴെ പറയുന്ന ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക. സംസാരം തടസ്സപ്പെടുത്തുക. മറ്റൊരാൾ ഒരു കാര്യം പറഞ്ഞു പൂർത്തിയാക്കുന്നതിനു മുമ്പ് തന്നെ എനിക്കറിയാം, നീ ഉദ്ദേശിച്ചത് ഇതാണ് എന്ന് പറഞ്ഞ് കയറി സംസാരിക്കുക. തിരുത്തലുകളോടുള്ള വിമുഖത. തനിക്ക് തെറ്റുപറ്റി എന്ന് ആരെങ്കിലും തെളിവ് സഹിതം കാണിച്ചു കൊടുത്താലും അത് അംഗീകരിക്കാൻ തയ്യാറാകാതിരിക്കുക. അനവസരത്തിലുള്ള ഉപദേശങ്ങൾ. ചോദിക്കാതെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുക. പുച്ഛം കലർന്ന ഭാവം. തന്നേക്കാൾ കുറഞ്ഞ അറിവുള്ളവരോ അല്ലെങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരോ ആയ ആളുകളെ താഴ്ത്തിക്കെട്ടുക. ഈ ഈഗോയെ നിയന്ത്രിക്കാൻ ചില പരിശീലനങ്ങൾ ആവശ്യമാണ്. എനിക്കറിയില്ല എന്ന് പറയാൻ ശീലിക്കുക. ഏറ്റവും ബുദ്ധിമാന്മാരായ ആളുകൾക്ക് മാത്രമേ എനിക്കറിയില്ല എന്ന് സത്യസന്ധമായി പറയാൻ കഴിയൂ. ഇതൊരു കുറവല്ല, മറിച്ച് പുതിയ അറിവിലേക്കുള്ള ആദ്യ പടിയാണെന്ന് മനസ്സിലാക്കുക. സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാൻ ശ്രമിക്കുക. മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറാതെ അവർ പറയുന്നത് പൂർണ്ണമായും കേട്ടു തീർക്കുക. അവരുടെ കാഴ്ചപ്പാടിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് ചിന്തിക്കുക. ഓരോ കാര്യത്തെയും ഒരു തുടക്കക്കാരന്റെ കൗതുകത്തോടെ നോക്കിക്കാണുക. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും മറ്റൊരാൾ അത് പറയുമ്പോൾ അതിൽ പുതിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ അറിവ് സമുദ്രത്തിലെ ഒരു തുള്ളി മാത്രമാണെന്നും ഇനിയും ഒരുപാട് പഠിക്കാനുണ്ടെന്നും സ്വയം ഓർമ്മിപ്പിക്കുക. അറിവ് വർദ്ധിക്കുന്തോറും വിനയവും വർദ്ധിക്കണം. അറിവ് ഒരു ആയുധമല്ല, അതൊരു വെളിച്ചമാണ്. മറ്റുള്ളവരെ ഇരുട്ടിലാക്കി താൻ മാത്രം പ്രകാശിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അത് അറിവല്ല, ഈഗോയാണ്. നോ ഇറ്റ് ഓൾ ഈഗോ ഉപേക്ഷിക്കുമ്പോൾ മാത്രമാണ് ഒരാൾ യഥാർത്ഥ ജ്ഞാനിയാകുന്നത്. ഓരോ മനുഷ്യനിൽ നിന്നും ഓരോ ചെറിയ കാര്യങ്ങളിൽ നിന്നും നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടാകും. ആ വാതിൽ തുറന്നിടുക എന്നതാണ് പ്രധാനം. ഫിയർഫുൾ ഈഗോ. ഭയത്തിന്റെ നിഴലിൽ ഒളിച്ചിരിക്കുന്ന ഈഗോ. ഈഗോയുടെ ഏറ്റവും തന്ത്രപരമായ രൂപങ്ങളിൽ ഒന്നാണ് ഫിയർഫുൾ ഈഗോ. ഇത് നിശബ്ദമാണ്, പക്ഷേ ഒരു വ്യക്തിയുടെ ജീവിതത്തെ തളർത്താൻ ഇതിന് വലിയ കഴിവുണ്ട്. ഫിയർഫുൾ ഈഗോയുടെ അടിസ്ഥാനം അതിജീവനമാണ്. താൻ പരാജയപ്പെടുമോ, മറ്റുള്ളവർ തന്നെ കളിയാക്കുമോ, തനിക്ക് കിട്ടേണ്ടത് നഷ്ടപ്പെടുമോ തുടങ്ങിയ ഭയങ്ങളാണ് ഈ ഈഗോയെ നയിക്കുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇവർ ശാന്തരായി തോന്നാമെങ്കിലും ഉള്ളിൽ വലിയൊരു ഭയത്തിന്റെ മതിൽ ഇവർ പണിതിട്ടുണ്ടാകും. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ഇവർ തയ്യാറാകില്ല. കാരണം പരാജയം ഇവരുടെ ഈഗോയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. പലപ്പോഴും ദേഷ്യത്തിലൂടെയോ അല്ലെങ്കിൽ പൂർണ്ണമായ ഉൾവലിയലിലൂടെയോ ആണ് ഈ ഈഗോ പ്രകടമാകുന്നത്. ആങ്കർ ആൻഡ് വിത്ഡ്രവൽ. എനിക്ക് പേടിയാണ് എന്ന് സമ്മതിക്കുന്നതിന് പകരം എനിക്കിതിൽ താല്പര്യമില്ല അല്ലെങ്കിൽ ഇത് ശരിയാകില്ല എന്ന് അവർ വാദിക്കുന്നു. ഈ മാനസികാവസ്ഥയുള്ള ഒരാളെ തിരിച്ചറിയാൻ താഴെ പറയുന്ന സ്വഭാവങ്ങൾ സഹായിക്കും. അമിതമായ സുരക്ഷിതത്വം. എപ്പോഴും പരിചിതമായ സാഹചര്യങ്ങളിൽ മാത്രം നിൽക്കാൻ ശ്രമിക്കുക. ഒരു മാറ്റത്തെയും ഇവർ സ്വാഗതം ചെയ്യില്ല. പൂർണ്ണതയ്ക്കായുള്ള വാശി. ഒരു തെറ്റ് പറ്റിയാൽ ലോകം അവസാനിക്കും എന്നിവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും അമിതമായി ആലോചിച്ച് സമയം കളയുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അമിതമായി ശ്രദ്ധിക്കുക. ആരെങ്കിലും നെഗറ്റീവായി എന്തെങ്കിലും പറഞ്ഞാൽ അത് ഇവരെ വല്ലാതെ മുറിപ്പെടുത്തും. തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട്. തെറ്റായ തീരുമാനം എടുത്തു പോകുമോ എന്ന ഭയം കാരണം തീരുമാനങ്ങൾ എടുക്കാതെ നീട്ടിവെക്കുന്നു. ഈ ചങ്ങല പൊട്ടിച്ചെറിയാൻ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്തിനെയാണ് ഭയപ്പെടുന്നത് എന്നത് സത്യസന്ധമായി കണ്ടെത്തുക. എനിക്ക് പരാജയത്തെ പേടിയാണ് എന്ന ഈഗോ മാറ്റിവെച്ച് ആ പരാജയം സമ്മതിക്കുക. തിരിച്ചറിവാണ് മാറ്റത്തിന്റെ തുടക്കം. പരാജയം എന്നത് ജീവിതത്തിന്റെ അവസാനമല്ല,
മറിച്ച് ഒരു പഠന പ്രക്രിയയാണെന്ന് മനസ്സിലാക്കുക. തെറ്റുകൾ സംഭവിക്കാം എന്ന് സമ്മതിക്കുന്നത് ഈഗോയെ കുറയ്ക്കാൻ സഹായിക്കും. കംഫർട്ട് സോണിന് പുറത്തേക്ക് കടക്കുക. ചെറിയ കാര്യങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് തുടങ്ങുക. നിങ്ങൾക്ക് പേടിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ദിവസവും ചെയ്തു ശീലിക്കുക. ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. വർത്തമാനകാലത്തിൽ ജീവിക്കുക. ഫിയർഫുൾ ഈഗോ എപ്പോഴും ഭാവിയിൽ നടക്കാൻ പോകുന്ന മോശം കാര്യങ്ങളെക്കുറിച്ചാണ് ആകുലപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾ സുരക്ഷിതനാണെന്ന തിരിച്ചറിവ് വളർത്തിയെടുക്കുക. ഭയം എന്നത് ഒരു വഴികാട്ടി മാത്രമാകണം, അത് നിങ്ങളുടെ ഉടമയാകരുത്. ഫിയർഫുൾ ഈഗോ നിങ്ങളെ എപ്പോഴും സുരക്ഷിതമായി നിർത്താൻ ശ്രമിക്കും, പക്ഷേ ആ സുരക്ഷിതത്വം നിങ്ങളെ ഒരിടത്തും എത്തിക്കില്ല. ആ കവചം മാറ്റിവെച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ജീവിതം അതിന്റെ മുഴുവൻ വർണ്ണങ്ങളോടും കൂടി നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുന്നത്. ഭയത്തെ ഭയക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ ജ്ഞാനം. ദി കംഫർട്ട് സോൺ ഈഗോ, വളർച്ചയെ തളർത്തുന്ന സുരക്ഷിത വലയം. നമുക്ക് പരിചിതമായ, എളുപ്പമുള്ള, യാതൊരുവിധ വെല്ലുവിളികളും ഇല്ലാത്ത സാഹചര്യങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ പ്രേരിപ്പിക്കുന്ന മനഃശാസ്ത്രപരമായ അവസ്ഥയാണ് കംഫർട്ട് സോൺ ഈഗോ. ഞാൻ ഇവിടെ സുരക്ഷിതനാണ്, എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട എന്ന ഭാവം പുറമേ സംതൃപ്തനായി തോന്നുമെങ്കിലും അത് യഥാർത്ഥത്തിൽ മാറ്റങ്ങളെ ഭയപ്പെടുന്ന ഈഗോയുടെ മറ്റൊരു മുഖമാണ്. മനുഷ്യ മനസ്സ് എപ്പോഴും പരിചിതമായ കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്നു. പുതിയൊരു കാര്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന അധ്വാനമോ പരാജയമോ ഒഴിവാക്കാൻ മനസ്സ് കെട്ടിപ്പടുക്കുന്ന ഒരു കോട്ടയാണ് കംഫർട്ട് സോൺ. ഈ കോട്ടയ്ക്കുള്ളിൽ നിൽക്കുമ്പോൾ നാം രാജാവാണെന്ന് ഈഗോ നമ്മെ വിശ്വസിപ്പിക്കുന്നു. എനിക്ക് ഇത് മതി, പുതിയത് പഠിക്കാനുള്ള പ്രായമല്ല ഇത്, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം എനിക്കില്ല തുടങ്ങിയ ന്യായീകരണങ്ങൾ ഈ ഈഗോ നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ തന്റെ കഴിവ് തെളിയിക്കാൻ പുതിയൊരു പരീക്ഷണത്തിന് മുതിരുകയും അതിൽ പരാജയപ്പെടുകയും ചെയ്താൽ തന്റെ പ്രതിച്ഛായ തകരുമോ എന്ന പേടിയാണ് ഈ ഈഗോയെ നയിക്കുന്നത്. ഈ ഈഗോയുടെ പ്രധാന ലക്ഷണങ്ങൾ: മാറ്റത്തോടുള്ള കടുത്ത എതിർപ്പ്, ജോലിയിലോ ജീവിത രീതിയിലോ ചെറിയൊരു മാറ്റം വന്നാൽ പോലും അമിതമായി അസ്വസ്ഥനാകുക, പഴയ നേട്ടങ്ങളിൽ അഭിമാനിക്കുക, പണ്ട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുകയും പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ വിമുഖത കാണിക്കുകയും ചെയ്യുക, എപ്പോഴും ഒഴികഴിവുകൾ കണ്ടെത്തുക, ഇപ്പോൾ അതിനുള്ള സമയമല്ല, എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നിങ്ങനെ പറഞ്ഞ് പുതിയ അവസരങ്ങളെ തള്ളിക്കളയുക, മറ്റുള്ളവരുടെ വളർച്ചയെ നിസ്സാരവൽക്കരിക്കുക, റിസ്ക് എടുത്തു മുന്നേറുന്നവരെ അവർക്ക് ഭാഗ്യമുണ്ട് എന്ന് പറഞ്ഞ് തരം താഴ്ത്തുക. കംഫർട്ട് സോൺ ഈഗോയെ മറികടക്കാൻ സ്വയം നിർബന്ധിക്കേണ്ടി വരും. അസ്വസ്ഥത ശീലമാക്കുക. എംബ്രേസ് ഡിസ്കംഫർട്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പേടിയുള്ള അല്ലെങ്കിൽ മടിയുള്ള ഒരു ചെറിയ കാര്യം ദിവസവും ചെയ്യുക. അല്പം പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഈഗോയുടെ മതിൽ പൊളിയുന്നത്. പഠനം തുടരുക. ലൈഫ് ലോങ് ലേണിംഗ്. നിങ്ങളുടെ മേഖലയിൽ വരുന്ന പുതിയ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാൻ സമയം കണ്ടെത്തുക. എനിക്കെല്ലാം അറിയാം എന്ന ഭാവം മാറ്റി ഒരു വിദ്യാർത്ഥിയായി ഇരിക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ കഴിവിനേക്കാൾ അല്പം മുകളിലുള്ള ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക. അത് നേരിടാനുള്ള പരിശ്രമം നിങ്ങളെ സുരക്ഷിത വലയത്തിൽ നിന്നും പുറത്തെത്തിക്കും. തെറ്റുകൾ സംഭവിക്കുന്നത് വളർച്ചയുടെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കുക. പരാജയപ്പെട്ടാലും അത് മറച്ചുവെക്കാതെ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ഈഗോയെ അനുവദിക്കുക. മനുഷ്യൻ ജനിച്ചിരിക്കുന്നത് ഒരിടത്ത് ഒതുങ്ങിക്കൂടാനല്ല, മറിച്ച് നിരന്തരം വളരാനും വികസിക്കാനുമാണ്. കംഫർട്ട് സോൺ ഈഗോ നൽകുന്ന താൽക്കാലിക സമാധാനത്തെക്കാൾ വലുതാണ് വളർച്ച നൽകുന്ന ആത്മസംതൃപ്തി. ജഡ്ജ്മെന്റൽ ഈഗോ. മറ്റുള്ളവരെ അളക്കുന്ന ഈഗോയുടെ തുലാസ്. മറ്റുള്ളവരെ നിരന്തരം നിരീക്ഷിക്കുകയും അവരുടെ പ്രവൃത്തികളെയും സ്വഭാവത്തെയും ശരിതെറ്റുകളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ചെയ്യുന്ന മനഃശാസ്ത്രപരമായ അവസ്ഥയാണ് ജഡ്ജ്മെന്റൽ ഈഗോ. ഞാൻ ചെയ്യുന്നതാണ് ശരി, മറ്റുള്ളവർ ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ അവർക്ക് വിവരം കുറവാണ് എന്നൊക്കെയുള്ള മുൻവിധികൾ ഈ ഈഗോയുടെ സൃഷ്ടിയാണ്. താൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണെന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ ഈഗോ കണ്ടെത്തുന്ന ഒരു എളുപ്പ വഴിയാണിത്. ഈ ഈഗോയുടെ പ്രധാന പണി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുക എന്നതാണ്. ഒരാളുടെ വസ്ത്രധാരണം, സംസാരശൈലി, ജോലി അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങൾ എന്നിവയെല്ലാം ഈ ഈഗോയുടെ വിചാരണയ്ക്ക് വിധേയമാകും. യഥാർത്ഥത്തിൽ
നാം ഒരാളെ ജഡ്ജ് ചെയ്യുമ്പോൾ അത് അവരെക്കുറിച്ചല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ പരിമിതികളെയും അസഹിഷ്ണുതയെയുമാണ് വെളിപ്പെടുത്തുന്നത്. ജഡ്ജ്മെന്റൽ ഈഗോയുടെ ലക്ഷണങ്ങൾ: മുൻവിധികൾ അഥവാ സ്റ്റീരിയോ ടൈപ്പിംഗ്. ഒരാളെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് അറിയുമ്പോഴോ അവരെക്കുറിച്ച് മോശമായ ഒരു ചിത്രം മനസ്സിൽ രൂപപ്പെടുത്തുക. ധാർമ്മികമായ ഔന്നത്യം, മോറൽ സുപ്പീരിയോറിറ്റി. ഞാൻ എത്ര നല്ലവനാണ്, അവർ എത്ര മോശമാണ് എന്ന് ചിന്തിക്കുകയും സ്വയം പ്രശംസിക്കുകയും ചെയ്യുക. ഗോസിപ്പുകൾ. മറ്റുള്ളവരുടെ പരാജയങ്ങളും സ്വകാര്യ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുക. അസഹിഷ്ണുത, ഇൻടോളറൻസ്. തന്റേതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളോ ജീവിത രീതികളോ അംഗീകരിക്കാൻ കഴിയാതെ വരിക. മറ്റുള്ളവരെ അളക്കുന്നത് നിർത്തി അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണ് ഇത് നിയന്ത്രിക്കാനുള്ള പോംവഴി. ഒരാളെക്കുറിച്ച് പെട്ടെന്നൊരു തീരുമാനത്തിൽ എത്തുന്നതിനു പകരം അവർ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത് എന്ന് ചിന്തിക്കുക. അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ജഡ്ജ്മെന്റ് കുറയ്ക്കാൻ സഹായിക്കും. മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ തോന്നുമ്പോൾ സമാനമായ ഒരു തെറ്റ് എന്തെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. ഇത് വിനയം വളർത്താൻ സഹായിക്കും. ലോകം വൈവിധ്യപൂർണമാണ്. എല്ലാവരും നിങ്ങളെപ്പോലെ ആകണം എന്ന് വാശി പിടിക്കരുത്. വ്യത്യസ്തതകളെ ഭംഗിയായി കാണാൻ ശീലിക്കുക. ഒരാളെക്കുറിച്ച് മോശമായി സംസാരിക്കാൻ തോന്നുമ്പോൾ ബോധപൂർവം മൗനം പാലിക്കുക. വാക്കുകൾ പുറത്തു വരുന്നതിനു മുമ്പ് അത് ആർക്കെങ്കിലും ഗുണകരമാണോ എന്ന് ചിന്തിക്കുക. ജഡ്ജ്മെന്റൽ ഈഗോ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് കൂടുതൽ വിശാലമാകും. ലോകത്തെ അതിന്റെ പരിക്കുകളോടെയും പോരായ്മകളോടെയും സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് മനുഷ്യൻ ആന്തരികമായി ശാന്തനാകുന്നത്. മറ്റുള്ളവരെ മാറ്റുന്നതിനേക്കാൾ വലിയ വിപ്ലവം അവരെ അംഗീകരിക്കുന്നതാണ്. എക്സ്ക്യൂസസ് ഈഗോ. പരാജയങ്ങളെ ന്യായീകരിക്കുന്ന പുകമറ. എനിക്ക് സമയമില്ലായിരുന്നു, ഭാഗ്യമില്ലാത്തതു കൊണ്ടാണ് ഇത് സംഭവിക്കാത്തത്, മറ്റുള്ളവർ എന്നെ സഹായിച്ചില്ല. ഇത്തരം വാചകങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ മനസ്സ് മെനഞ്ഞെടുക്കുന്ന കഥകളാണിത്. ഇത്തരം കഥകളെ എക്സ്ക്യൂസസ് ഈഗോ എന്ന് വിളിക്കുന്നു. സത്യം അഭിമുഖീകരിക്കാനുള്ള ഭയം കാരണം ഈ ഈഗോ എപ്പോഴും ഒരു കാരണം കൈവശം വെച്ചിട്ടുണ്ടാകും. ഈ ഈഗോയുടെ പ്രധാന ദൗത്യം നിങ്ങളുടെ പ്രതിച്ഛായ സംരക്ഷിക്കുക എന്നതാണ്. ഒരു കാര്യം ചെയ്യാൻ കഴിയാതെ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യം പരാജയപ്പെടുമ്പോഴോ അത് നിങ്ങളുടെ കഴിവിന്റെ കുറവാണെന്ന് സമ്മതിക്കുന്നത് ഈഗോയ്ക്ക് വലിയ വേദനയുണ്ടാക്കും. ആ വേദന ഒഴിവാക്കാൻ വേണ്ടി പുറത്തുള്ള എന്തിനെയെങ്കിലും അല്ലെങ്കിൽ ആരെയെങ്കിലും പ്രതിക്കൂട്ടിൽ നിർത്താൻ ഈ ഈഗോ ശ്രമിക്കുന്നു. ഒഴികഴിവുകൾ പറയുന്നതിലൂടെ താൻ നിരപരാധിയാണെന്നും സാഹചര്യങ്ങളാണ് വില്ലനെന്നും സ്വയം വിശ്വസിപ്പിക്കാൻ വ്യക്തിക്ക് സാധിക്കുന്നു. ഇത് ഒരു തരം സുരക്ഷിതത്വം ഉണ്ടാക്കുന്നു. ഈ ഈഗോയുടെ പ്രധാന ലക്ഷണങ്ങൾ: നിരന്തരമായ ന്യായീകരണം. എന്ത് തെറ്റ് പറ്റിയാലും അതിനു പിന്നിൽ തന്റേതല്ലാത്ത ഒരു കാരണമുണ്ടെന്ന് വാദിക്കുക. പിന്തിരിപ്പൻ മനോഭാവം. ഒരു പുതിയ കാര്യം തുടങ്ങാൻ ആവശ്യപ്പെടുമ്പോൾ അതുകൊണ്ട് കാര്യമില്ല, ഇപ്പോൾ അതിനുള്ള സാഹചര്യമില്ല എന്നിങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുക. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തൽ. പരാജയത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം സഹപ്രവർത്തകരിലോ കുടുംബാംഗങ്ങളിലോ അടിച്ചേൽപ്പിക്കുക. കാര്യങ്ങൾ നീട്ടിവെക്കുന്ന ശീലം അഥവാ പ്രോക്രാസ്റ്റിനേഷൻ. നാളെ ചെയ്യാം, ഇന്ന് മഴയാണ്, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് മൂഡില്ല എന്നത് ഈ ഈഗോയുടെ സ്ഥിരം പല്ലവിയാണ്. ഈ ഈഗോയെ പരാജയപ്പെടുത്താൻ ഉത്തരവാദിത്തം എന്ന മരുന്ന് ആവശ്യമാണ്. ഒരു കാര്യം നടന്നില്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ കാരണം സ്വയം ചോദിക്കുക. എനിക്ക് സമയമില്ലായിരുന്നു എന്നതിന് പകരം ഞാൻ അതിന് മുൻഗണന നൽകിയില്ല എന്ന് സ്വയം തിരുത്തി പറയുക. എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുക. സാഹചര്യങ്ങൾ മോശമായിരിക്കാം, പക്ഷേ അതിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യം എന്താണെന്ന് നോക്കുക. പ്രതിബന്ധങ്ങളെക്കാൾ പരിഹാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വലിയ ലക്ഷ്യങ്ങളെ ചെറുതാക്കുക. ഒരു കാര്യം വലിയ ഭാരമായി തോന്നുമ്പോഴാണ് ഒഴികഴിവുകൾ വരുന്നത്. ആ ജോലിയെ ചെറിയ ഭാഗങ്ങളായി തിരിക്കുക. അപ്പോൾ അത് എളുപ്പമാണെന്ന് തോന്നും. മൗനം പാലിക്കുക. ന്യായീകരിക്കാൻ തോന്നുമ്പോൾ ബോധപൂർവം ഒന്നും പറയാതിരിക്കുക. ഫലങ്ങൾ മാത്രം സംസാരിക്കട്ടെ, വാക്കുകൾ വേണ്ട എന്ന് തീരുമാനിക്കുക. ഒഴികഴിവുകൾ കൊണ്ട് നിങ്ങൾക്ക് ലോകത്തെ പറ്റിക്കാം, പക്ഷെ നിങ്ങളെ തന്നെ പറ്റിക്കാൻ കഴിയില്ല.
വിജയവും ഒഴികഴിവുകളും ഒരിക്കലും ഒരുമിച്ച് പോകില്ല. എക്സ്ക്യൂസസ് ഈഗോ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അധികാരിയായി മാറുന്നു. ദ വിക്ടിം ഈഗോ, നിസ്സഹായതയുടെ മുഖം മൂടി. ലോകം മുഴുവൻ തനിക്കെതിരാണെന്നും താൻ എപ്പോഴും മറ്റുള്ളവരാലോ സാഹചര്യങ്ങളാലോ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും വിശ്വസിക്കുന്ന മാനസികാവസ്ഥയാണ് വിക്ടിം ഈഗോ. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത് ഈഗോയല്ല, നിസ്സഹായതയാണെന്ന് തോന്നാം. എന്നാൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും മറ്റുള്ളവരുടെ ശ്രദ്ധയും സഹതാപവും പിടിച്ചുപറ്റാനും ഈഗോ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധമാണിത്. സാധാരണ ഈഗോ ഞാൻ വലിയവനാണ് എന്ന് ആഘോഷിക്കുമ്പോൾ വിക്ടിം ഈഗോ ഞാൻ പാവമാണ് എന്ന് നിലവിളിക്കുന്നു. തന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്ക് കാരണം മാതാപിതാക്കളോ പങ്കാളിയോ സർക്കാരോ ദൈവമോ അല്ലെങ്കിൽ ഭാഗ്യമോ ആണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. സ്വന്തം ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് മറ്റാരുടെയോ കയ്യിലാണെന്ന് വരുത്തി തീർക്കുന്നതിലൂടെ പരാജയപ്പെടുമ്പോൾ ഉണ്ടാകേണ്ട കുറ്റബോധത്തിൽ നിന്ന് ഇവർ രക്ഷപ്പെടുന്നു. വിക്ടിം ഈഗോയുടെ പ്രധാന ലക്ഷണങ്ങൾ: നിരന്തരമായ പരാതികൾ, എന്തിലും ഏതിലും നെഗറ്റീവ് കണ്ടെത്തുകയും അത് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക. സഹതാപം ആഗ്രഹിക്കൽ, തന്റെ കഷ്ടപ്പാടുകൾ വിവരിച്ച് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുക. പരിഹാരങ്ങളോടുള്ള വിമുഖത, ഒരു പ്രശ്നത്തിന് ആരെങ്കിലും പരിഹാരം നിർദ്ദേശിച്ചാൽ അത് എന്തുകൊണ്ട് നടപ്പാക്കില്ല എന്ന് സ്ഥാപിക്കാൻ ഇവർ 100 കാരണങ്ങൾ കണ്ടെത്തും. പഴയ മുറിവുകൾ താലോലിക്കൽ, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മോശം കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും ഓർത്ത് വിഷമിക്കുകയും അത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ ഉപയോഗിക്കുകയും ചെയ്യുക. പാസീവ് അഗ്രസീവ് സ്വഭാവം, നേരിട്ടെതിർക്കുന്നതിനു പകരം നിശബ്ദതയിലൂടെയോ നിസ്സഹകരണത്തിലൂടെയോ താൻ ഒരു ഇരയാണെന്ന് പ്രകടിപ്പിക്കുക. ഇതൊരു മാനസിക തടവറയാണ്. ഇതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കും നിങ്ങളുടെ വികാരങ്ങൾക്കും നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി എന്ന് അംഗീകരിക്കുക. മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, പക്ഷേ അതിൽ തളർന്നു നിൽക്കണോ അതോ മുന്നോട്ട് പോകണോ എന്നത് നിങ്ങളുടെ തീരുമാനമാണ്. അവർ എന്നെ ഇങ്ങനെയാക്കി എന്നതിനു പകരം ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ്, എനിക്കിത് മാറ്റണം എന്ന് പറഞ്ഞ് ശീലിക്കുക. എന്തുകൊണ്ട് ഇതെനിക്ക് സംഭവിച്ചു എന്നതിന് പകരം ഇനി എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കുക. ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പരാതിപ്പെടുന്നതിന് പകരം ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുക. ഇത് മനസ്സിലെ നെഗറ്റീവ് ഊർജത്തെ പോസിറ്റീവാക്കി മാറ്റും. ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക. നിങ്ങൾ എടുത്ത ഒരു തീരുമാനം വിജയിക്കുമ്പോൾ അത് നിങ്ങളുടെ കഴിവാണെന്ന് തിരിച്ചറിയുക. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഒരു ഇരയായി ജീവിക്കാനാണോ അതോ പ്രതിസന്ധികളെ അതിജീവിച്ച ഒരു സർവൈവർ ആകാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് സ്വയം ചോദിക്കുക. വിക്ടിം ഈഗോ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ നായകനായി മാറുന്നു. ദ സുപ്പീരിയോറിറ്റി ഈഗോ, താൻ ശ്രേഷ്ഠനാണെന്ന മിഥ്യാധാരണ. ഞാൻ മറ്റുള്ളവരെക്കാൾ മിടുക്കനാണ്, എന്റെ അറിവോ പദവിയോ ആർക്കുമില്ല, മറ്റുള്ളവർ എന്നേക്കാൾ താഴെയാണ്. ഇങ്ങനെയുള്ള ചിന്തകളാൽ നയിക്കപ്പെടുന്ന മാനസികാവസ്ഥയാണ് സുപ്പീരിയോറിറ്റി ഈഗോ. സ്വന്തം നേട്ടങ്ങളെയും കഴിവുകളെയും അമിതമായി പർവ്വതീകരിക്കുകയും മറ്റുള്ളവരെ നിസ്സാരരായി കാണുകയും ചെയ്യുന്ന ഈ സ്വഭാവം ഒരു വ്യക്തിയെ അഹങ്കാരിയും ഒറ്റപ്പെട്ടവനുമാക്കി മാറ്റുന്നു. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഈ ഈഗോ പലപ്പോഴും ഒരു കോമ്പൻസേഷൻ ആണ്. അതായത് ഉള്ളിന്റെ ഉള്ളിൽ അനുഭവപ്പെടുന്ന അപകർഷതാബോധത്തെ മറച്ചുപിടിക്കാൻ മനസ്സ് നിർമ്മിച്ചെടുക്കുന്ന ഒരു പ്രതിരോധ കവചമാണിത്. താൻ മറ്റുള്ളവരെക്കാൾ മികച്ചവനാണെന്ന് സ്വയം വിശ്വസിപ്പിച്ചില്ലെങ്കിൽ താൻ ഒന്നുമല്ലാത്തവനായി തീരുമോ എന്ന പേടി ഇവർക്കുണ്ടാകാം. ഈ ഈഗോയുടെ പ്രധാന ലക്ഷണങ്ങൾ: പുച്ഛം കലർന്ന മനോഭാവം, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും അധ്വാനത്തെയും വില കുറച്ചു കാണുക, അമിതമായ ആത്മപ്രശംസ, എപ്പോഴും തന്റെ വിജയങ്ങളെക്കുറിച്ചും തനിക്കുള്ള സൗകര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുക, തെറ്റുകൾ സമ്മതിക്കാനുള്ള വിമുഖത, തനിക്ക് തെറ്റുപറ്റി എന്ന് സമ്മതിക്കുന്നത് തന്റെ ശ്രേഷ്ഠതയ്ക്ക് മങ്ങലേൽപ്പിക്കും എന്ന് ഇവർ ഭയപ്പെടുന്നു. വിമർശനങ്ങളെ വെറുക്കുക, ആരെങ്കിലും ഉപദേശിക്കാനോ തിരുത്താനോ വന്നാൽ അത് വലിയ അപമാനമായി ഇവർക്ക് തോന്നും. മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള ആഗ്രഹം, താൻ പറയുന്നതാണ് നിയമം എന്ന് മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ശ്രമിക്കുക. വിനയമാണ് ഈ ഈഗോയ്ക്കുള്ള ഏക മരുന്ന്. ഓരോ മനുഷ്യനും ഓരോ മേഖലയിൽ കഴിവുള്ളവരാണ്.
നിങ്ങൾക്ക് ഒരു കാര്യം നന്നായി അറിയാമെങ്കിൽ മറ്റൊരാൾക്ക് വേറൊരു കാര്യം നന്നായി അറിയാമായിരിക്കും. ലോകത്ത് ആരും ആരെക്കാളും മുകളിലല്ല എന്ന സത്യം അംഗീകരിക്കുക. സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക. എല്ലാവർക്കും അവരുടേതായ അനുഭവങ്ങളും പാഠങ്ങളും പങ്കുവെക്കാനുണ്ടാകും എന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ നേട്ടങ്ങളിൽ നിങ്ങളുടെ അധ്വാനം മാത്രമല്ല, അനേകം ആളുകളുടെ സഹായവും സാഹചര്യങ്ങളുടെ പിന്തുണയും ഉണ്ടെന്നോർക്കുക. വിജയം തന്റേത് മാത്രമാണെന്ന ചിന്ത ഉപേക്ഷിക്കുക. സ്വയം വിമർശനം നടത്തുക. നിങ്ങളുടെ തെറ്റുകൾ കണ്ടെത്താൻ ശ്രമിക്കുക. തെറ്റുകൾ തിരുത്തുന്നത് ഒരാളെ താഴ്ത്തിക്കെട്ടുകയല്ല, മറിച്ച് ഉയർത്തുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ വലിയവരായ ആളുകൾ ഒരിക്കലും താൻ വലിയവനാണെന്ന് വിളിച്ചു പറയാറില്ല. അവരുടെ പ്രവർത്തികൾ അത് തെളിയിക്കും. സുപ്പീരിയോറിറ്റി ഈഗോ എന്നത് ആന്തരിക ശൂന്യതയെ മൂടിവെക്കാൻ ഉപയോഗിക്കുന്ന പൊള്ളയായ ഒരു കവചമാണ്. ആ കവചം ഉപേക്ഷിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുമായി ആഴത്തിൽ ബന്ധപ്പെടാനും യഥാർത്ഥ ജീവിതം ആസ്വദിക്കാനും കഴിയുന്നത്. വിനയമാണ് അറിവിന്റെയും വളർച്ചയുടെയും യഥാർത്ഥ ലക്ഷണം. ദ വാലിഡേഷൻ ഈഗോ, മറ്റുള്ളവരുടെ കണ്ണിലെ ശരി ആകാനുള്ള ശ്രമം. മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി സ്വന്തം മൂല്യം നിശ്ചയിക്കുന്ന മനഃശാസ്ത്രപരമായ അവസ്ഥയാണ് വാലിഡേഷൻ ഈഗോ. ഞാൻ മിടുക്കനാണെന്ന് മറ്റുള്ളവർ പറയണം, എന്റെ പോസ്റ്റുകൾക്ക് ലൈക്കുകൾ കിട്ടണം, എല്ലാവരും എന്നെ അംഗീകരിക്കണം തുടങ്ങിയ ചിന്തകളാണ് ഈ ഈഗോയെ നയിക്കുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ അവർ വളരെ വിനീതരോ സഹായികളോ ആയി തോന്നാമെങ്കിലും അതിന്റെ ഉള്ളിൽ അംഗീകാരം എന്ന ഇന്ധനത്തിന് വേണ്ടിയുള്ള ദാഹമായിരിക്കും. ഒരാൾ പുകഴ്ത്തിയാൽ ഇവർ സന്തോഷത്തിന്റെ കൊടുമുടിയിലെത്തും. എന്നാൽ ചെറിയൊരു വിമർശനം കേട്ടാൽ തകരുകയും ചെയ്യും. സ്വന്തം ഇഷ്ടത്തേക്കാൾ മറ്റുള്ളവരെ പ്രീണിപ്പിക്കുന്നതിനാണ് ഇവർ മുൻഗണന നൽകുന്നത്. സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഈ ഈഗോ വളരെ ശക്തമാണ്. തന്റെ ജീവിതത്തിലെ സന്തോഷത്തേക്കാൾ അത് മറ്റുള്ളവർ കണ്ട് കൊള്ളാം എന്ന് പറയുന്നതിലാണ് ഇവർ ആനന്ദം കണ്ടെത്തുന്നത്. വാലിഡേഷൻ ഈഗോയുടെ പ്രധാന ലക്ഷണങ്ങൾ: നോ എന്ന് പറയാനുള്ള ബുദ്ധിമുട്ട്, മറ്റുള്ളവർക്ക് വിഷമമാകുമോ അല്ലെങ്കിൽ അവർ തന്നെക്കുറിച്ച് മോശമായി വിചാരിക്കുമോ എന്ന പേടി കാരണം എല്ലാത്തിനും സമ്മതം മൂളുക. അമിതമായ പ്രദർശനം, ഷോ ഓഫ്, തന്റെ നേട്ടങ്ങളും സമ്പാദ്യവും അറിവും മറ്റുള്ളവരെ കാണിക്കുന്നതിന് അമിതമായ താല്പര്യം പ്രകടിപ്പിക്കുക. വിമർശനങ്ങളോടുള്ള അമിത പ്രതികരണം, ആരെങ്കിലും ഒരു കുറവ് ചൂണ്ടിക്കാണിച്ചാൽ അത് വലിയ വ്യക്തിപരമായ അപമാനമായി കാണുകയും ആകെ തളർന്നു പോവുകയും ചെയ്യുക. തീരുമാനങ്ങൾ എടുക്കാനുള്ള ഭയം, ഒരു ചെറിയ കാര്യം ചെയ്യാൻ പോലും 10 പേരോട് അഭിപ്രായം ചോദിക്കുകയും ഭൂരിപക്ഷം പറയുന്നതിനോടൊപ്പം പോവുകയും ചെയ്യുക. യഥാർത്ഥ സ്വഭാവം മറച്ചുവെച്ച് മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന ഒരു മുഖം മൂടി ധരിച്ച് ജീവിക്കുക. എങ്ങനെ ഈ ഈഗോയിൽ നിന്ന് മോചിതനാകാം? നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കേണ്ടത് നിങ്ങളാണ്. സ്വയം അംഗീകരിക്കുക, സെൽഫ് ആക്സെപ്റ്റൻസ്. നിങ്ങളുടെ പോരായ്മകളോടും ഗുണങ്ങളോടും കൂടി നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക. ഞാൻ ഇങ്ങനെയൊക്കെയാണ്, അത് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന നിലപാടെടുക്കുക. നോ എന്ന് പറയാൻ ശീലിക്കുക. മറ്റുള്ളവർക്കായി അനാവശ്യ കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കുന്നതിൽ അതിർവരമ്പുകൾ നിശ്ചയിക്കുക. തുടക്കത്തിൽ പ്രയാസമായി തോന്നുമെങ്കിലും ഇത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും. സോഷ്യൽ മീഡിയ ഉപഭോഗം കുറയ്ക്കുക. ലൈക്കുകൾക്കും കമന്റുകൾക്കും അപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് തിരിച്ചറിയുക. മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത് നിർത്തി നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക. ആന്തരിക മൂല്യങ്ങളിൽ ശ്രദ്ധിക്കുക. പുറമേ നിന്നുള്ള പ്രശംസകളേക്കാൾ നിങ്ങളുടെ മൂല്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും മുൻഗണന നൽകുക. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ മറ്റാരുടെയെങ്കിലും സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമില്ല. ലോകം മുഴുവൻ നിങ്ങളെ പുകഴ്ത്തിയാലും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇഷ്ടമല്ലെങ്കിൽ ആ പ്രശംസ കൊണ്ട് ഒരു കാര്യവുമില്ല. നേരെ മറിച്ച് എല്ലാവരും നിങ്ങളെ എതിർത്താലും നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു. വാലിഡേഷൻ ഈഗോ എന്നത് ഒരു മരീചികയാണ്. എത്ര കിട്ടിയാലും ദാഹം തീരില്ല. സ്വന്തം ഉള്ളിലെ വെളിച്ചത്തെ ആശ്രയിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാകുന്നത്. പീപ്പിൾ പ്ലീസിംഗ് ഈഗോ, നന്മയുടെ മുഖം മൂടിയണിഞ്ഞ ഈഗോ. മറ്റുള്ളവരെ എപ്പോഴും സന്തോഷിപ്പിക്കാനും അവരുടെ പ്രീതി സമ്പാദിക്കാനും വേണ്ടി
സ്വന്തം ഇഷ്ടങ്ങളെയും മൂല്യങ്ങളെയും ബലികഴിക്കുന്ന മാനസികാവസ്ഥയാണ് പീപ്പിൾ പ്ലീസിംഗ് ഈഗോ. ഞാൻ എത്ര നല്ലവനാണ്, ഞാൻ ആരെയും വിഷമിപ്പിക്കാറില്ല എന്നൊക്കെ സ്വയം വിശ്വസിക്കുന്ന ഈ ഈഗോ യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നല്ല പിള്ള പ്രതിച്ഛായ നിലനിർത്താനുള്ള ആഗ്രഹത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. മറ്റുള്ളവരെ സഹായിക്കുന്നത് നല്ല കാര്യമാണ്. എന്നാൽ പീപ്പിൾ പ്ലീസിംഗ് ഈഗോയിൽ സഹായം ചെയ്യുന്നത് സ്നേഹം കൊണ്ടല്ല, മറിച്ച് ഭയം കൊണ്ടാണ്. മറ്റുള്ളവർ തന്നെ വെറുക്കുമോ, താൻ ഒറ്റപ്പെടുമോ, അല്ലെങ്കിൽ തന്നെക്കുറിച്ച് മോശമായി വിചാരിക്കുമോ എന്ന പേടിയാണ് ഇതിന്റെ അടിസ്ഥാനം. ഈ ഈഗോ ബാധിച്ച ഒരാൾക്ക് നോ എന്ന് പറയാൻ കഴിയില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതിലൂടെ ഇവർ സ്വന്തം വ്യക്തിത്വം ഇല്ലാതാക്കുന്നു. എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് എന്ന ചിന്തയിലൂടെ ഈഗോ ഒരു പ്രത്യേക തരം ആത്മസംതൃപ്തി കണ്ടെത്തുന്നു. ഈ ഈഗോയുടെ പ്രധാന ലക്ഷണങ്ങൾ: അമിതമായ ക്ഷമാപണം, ന്യായീകരണം. ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും എന്തിനും ഏതിനും സോറി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. തനിക്ക് ചെയ്യാൻ പറ്റാതിരുന്ന കാര്യത്തിന്റെ കാരണം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക. സ്വന്തമായി അഭിപ്രായമില്ലായ്മ. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പറയാൻ മടിക്കുകയും സാഹചര്യത്തിനനുസരിച്ച് സ്വന്തം നിലപാടുകൾ മാറ്റുകയും ചെയ്യുക. മറ്റുള്ളവരുടെ വികാരങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കൽ. മറ്റൊരാൾക്ക് മൂഡ് ശരിയില്ലെങ്കിൽ അത് തന്റെ തെറ്റാണെന്ന് കരുതി അവരെ സന്തോഷിപ്പിക്കാൻ അമിതമായി പരിശ്രമിക്കുക. മറ്റുള്ളവർ തന്നെ പുകഴ്ത്തുന്നത് കേൾക്കാൻ വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യുക. അമിതമായ ജോലിഭാരം. സ്വന്തം പണികൾ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ പണികൾ ഏറ്റെടുക്കുകയും അവസാനം മാനസികമായി തകരുകയും ചെയ്യുക. എങ്ങനെ ഈ ഈഗോയെ മറികടക്കാം? നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുക എന്നതാണ് ഇതിനുള്ള പരിഹാരം. അതിർവരമ്പുകൾ നിശ്ചയിക്കുക. സെറ്റ് ബൗണ്ടറീസ്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ സ്നേഹപൂർവ്വം നിരസിക്കാൻ പഠിക്കുക. നോ എന്ന് പറയുന്നത് നിങ്ങളുടെ അവകാശമാണെന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവരെ സഹായിക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം ഉറപ്പുവരുത്തുക. നിങ്ങൾ സന്തോഷവാനാണെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടൂ എന്ന് തിരിച്ചറിയുക. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്ന് അംഗീകരിക്കുക. ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനെ പോലും ഇഷ്ടപ്പെടാത്തവർ ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവരുടെയും ഇഷ്ടം നേടുക എന്നത് അസാധ്യമായ കാര്യമാണ്. അത് മനസ്സിലാക്കി അതിനുള്ള ശ്രമം ഉപേക്ഷിക്കുക. ഒരാൾ നിങ്ങളോട് ഒരു സഹായം ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ശരി എന്ന് പറയുന്നതിനു പകരം ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്ന് സമയം ചോദിക്കുക. ഇത് ആലോചിച്ച് തീരുമാനമെടുക്കാൻ നിങ്ങളെ സഹായിക്കും. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതും സഹായിക്കുന്നതും മഹത്തായ കാര്യമാണ്. പക്ഷേ അത് നിങ്ങളെ തന്നെ നശിപ്പിച്ചുകൊണ്ടാവരുത്. പീപ്പിൾ പ്ലീസിംഗ് ഈഗോ നിങ്ങളെ ഒരു പാവയാക്കി മാറ്റും. ആ ചരടുകൾ പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങളുടെ തനിമയോടെ ജീവിക്കാൻ തുടങ്ങുക. നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ നോയെയും ബഹുമാനിക്കും. അല്ലാത്തവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്ന് ഉറപ്പിക്കുക. DIY ഈഗോ, ഡു ഇറ്റ് യുവർ സെൽഫ് ഈഗോ. സഹായം നിരസിക്കുന്ന ഈഗോ. എനിക്ക് ആരുടെയും സഹായം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്താലേ ഇത് ശരിയാകൂ, മറ്റുള്ളവർ ചെയ്താൽ ശരിയാകില്ല. ഇങ്ങനെയുള്ള ചിന്താഗതിയാണ് DIY ഈഗോ. സ്വാശ്രയശീലം നല്ലതാണെങ്കിലും അത് ഒരു ഈഗോയായി മാറുമ്പോൾ അത് മറ്റുള്ളവരെ അവിശ്വസിക്കുന്നതിലേക്കും എല്ലാ ഭാരവും സ്വന്തം തലയിൽ ഏറ്റെടുക്കുന്നതിലേക്കും നയിക്കുന്നു. ഒരു ടീമായി പ്രവർത്തിക്കാൻ കഴിയാതെ വരികയും സ്വന്തം പരിമിതികളെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ പ്രധാന പ്രശ്നം. കാര്യങ്ങൾ തന്റെ നിയന്ത്രണത്തിൽ തന്നെ ഇരിക്കണമെന്നും തന്റെ നിലവാരത്തിൽ മറ്റാർക്കും അത് ചെയ്യാൻ കഴിയില്ലെന്നും ഇവർ വിശ്വസിക്കുന്നു. സഹായം ചോദിക്കുന്നത് ബലഹീനതയാണെന്നും മറ്റൊരാളെ ആശ്രയിക്കുന്നത് തന്റെ മൂല്യം കുറയ്ക്കുമെന്നും ഇവർ ഭയപ്പെടുന്നു. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇവർ വളരെ ഉത്തരവാദിത്തമുള്ളവരും കഠിനാധ്വാനികളും ആയി തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ ഇവർക്ക് മറ്റുള്ളവരെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നതാണ് പ്രധാനം. ഈ ഈഗോയുടെ പ്രധാന ലക്ഷണങ്ങൾ: ഡെലിഗേഷൻ ചെയ്യാതിരിക്കുക. എല്ലാ ചെറിയ കാര്യങ്ങളും സ്വന്തം മേൽനോട്ടത്തിൽ തന്നെ നടക്കണം എന്ന് വാശി പിടിക്കുക. സഹായം നിരസിക്കുക. അങ്ങേയറ്റം കഷ്ടപ്പെടുന്ന സാഹചര്യമാണെങ്കിൽ പോലും ആരെങ്കിലും സഹായം വാഗ്ദാനം ചെയ്താൽ അത് നിരസിക്കുക. മറ്റുള്ളവരുടെ ജോലിയിൽ കുറ്റം കണ്ടെത്തുക. ആരെങ്കിലും സഹായിച്ചാൽ പോലും അതിൽ 100 കുറ്റങ്ങൾ കണ്ടെത്തുകയും ഞാൻ തന്നെ ചെയ്യുന്നതായിരുന്നു ഇതിലും നല്ലത് എന്ന് പറയുകയും ചെയ്യുക.
അമിതമായ ജോലിഭാരവും ക്ഷീണവും, ബേൺ ഔട്ട്. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് വഴി ശാരീരികമായും മാനസികമായും തളർന്നു പോവുക. താൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ പഠിച്ചെടുക്കാതിരിക്കാൻ വിവരങ്ങൾ പങ്കുവെക്കാതിരിക്കുക. എങ്ങനെ ഈ ഈഗോയെ മറികടക്കാം? സഹകരണം അഥവാ കൊളാബറേഷൻ ഒരു കഴിവാണെന്ന് തിരിച്ചറിയുക. മറ്റുള്ളവരെ വിശ്വസിക്കാൻ പഠിക്കുക. ആളുകൾക്ക് തെറ്റുപറ്റാം, പക്ഷേ അവർക്കും പഠിക്കാൻ അവസരം നൽകുക. നിങ്ങൾ ചെയ്യുന്ന അത്രയും മികച്ച രീതിയിൽ അല്ലെങ്കിലും അവർ അവരുടെ രീതിയിൽ അത് ചെയ്യും എന്ന് അംഗീകരിക്കുക. എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്നതിന് പകരം ചെറിയ ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുക. അത് വിജയകരമാകുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. സഹായം ചോദിക്കുന്നത് നിസ്സഹായാവസ്ഥയല്ല, മറിച്ച് വിവേകമാണ്. എനിക്ക് ഇവിടെ ഒരു കൈ സഹായം വേണം എന്ന് പറയുന്നത് ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമേ കഴിയൂ. ടീമിന്റെ വിജയം ആഘോഷിക്കുക. ഞാൻ ചെയ്തു എന്നതിന് പകരം ഞങ്ങൾ ചെയ്തു എന്ന് പറയാൻ ശീലിക്കുക. വിജയത്തിന്റെ ക്രെഡിറ്റ് പങ്കുവെക്കുമ്പോൾ അത് കൂടുതൽ സന്തോഷം നൽകും. ലോകത്തിലെ വലിയ വിജയങ്ങളെല്ലാം ഒരു കൂട്ടം ആളുകളുടെ അധ്വാന ഫലമാണ്. ഡു ഇറ്റ് യുവർ സെൽഫ് ഈഗോ നിങ്ങളെ ഒരു സൂപ്പർമാനാക്കി മാറ്റില്ല, മറിച്ച് ഒരു ഏകാന്ത തടവുകാരനാക്കി മാറ്റുകയേ ഉള്ളൂ. വിനയത്തോടെ മറ്റുള്ളവരുടെ കൈകൾ പിടിക്കുമ്പോഴാണ് അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാകുന്നത്. ഈ ഈഗോ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ വലിയൊരു ലോകത്തേക്ക് വാതിൽ തുറക്കുകയാണ്. ഈ 11 ഈഗോകളെയും മനസ്സിലാക്കുക എന്നത് സ്വയം തിരുത്താനുള്ള ആദ്യത്തെ പടിയാണ്. നമ്മുടെ ഉള്ളിൽ ഏതു തരം ഈഗോയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകുന്നത്. ഈഗോയുടെ ഈ അദൃശ്യ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് കൂടുതൽ കരുത്തുള്ള ഒരു വ്യക്തിത്വത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.